ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ സിമ്പിളായിട്ട് നല്ലൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് 1 കിലോ ഫുൾ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം. വലിയ പീസിനേക്കാളും നല്ലത് ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അതുകൊണ്ട് ചെറിയ ചെറിയ പീസായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി മിക്സി ജാറിലേക്ക് 10 വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചി അരച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് എടുക്കുന്നതെങ്കിൽ 4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുക്കണം. മിക്സി ജാറിലേക്ക് തന്നെ പൊടികൾ ചേർത്ത് കൊടുക്കണം. 3 ടേബിൾ സ്പൂൺ പിരിയം മുളക് പൊടി. എരിവ് കൂടുതൽ വേണ്ടവരാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് 2 ടേബിൾ സ്പൂൺ പിരിയം മുളക് പൊടിയും ചേർത്ത് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് നല്ലപോലെ അരച്ച് പേസ്റ്റാക്കി ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ വിനാഗിരി. വിനാഗിരിക്ക് പകരം ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതി. എല്ലാം കൂടെ നല്ലപോലെ കൈകൊണ്ട് കുഴച്ച് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ കുഴച്ചെടുത്തതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ ഒരു 3 മണിക്കൂർ വെച്ച് കൊടുക്കണം. 3 മണിക്കൂർ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ്, ഫ്രൈ ചെയ്യുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇതുപോലെ മസാലയെല്ലാം പുരക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ ചെറിയ ചെറിയ പാത്രത്തിൽ ഫ്രീസറിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. നല്ല ടേസ്റ്റും ആയിരിക്കും ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത്. ഇതൊരു 4 മണിക്കൂർ കഴിഞ്ഞു. അതിന് ഇത് പുറത്തെടുത്ത് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് എണ്ണയിൽ പൊരിച്ചെടുക്കാം. കോൺഫ്ലവർ ചേർത്ത് ഉടനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. ചൂടായ എണ്ണയിലേക്ക് ഇത് ഓരോന്നായി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണയിലേക്ക് ഇട്ട് അടിവശം മുരിഞ്ഞ് വരുന്നത് വരെ ഇളക്കി കൊടുക്കാൻ പാടില്ല. മസാലയെല്ലാം ഇളകിപ്പോവും. അടിവശം മുരിഞ്ഞ് വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വരുമ്പം കോരിയെടുക്കാം. മുഴുവനും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് കടയിൽ നിന്നെല്ലാം കിട്ടുന്ന ടേസ്റ്റുള്ള ചിക്കൻ ഫ്രൈ റെഡിയാക്കിയെടുക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മുഴുവൻ ചിക്കനും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു വീഡിയോയുമായി നാളെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.